ഒന്ന് മറിക്കാം. നിന്റെ അമ്മ ബസ്സിൽ ഇറങ്ങാനുള്ള ഒരു പ്രയാസം. ഗോപാലകൃഷ്ണ, എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത്? എന്തേ? അപ്പൊ ചെണ്ടകൊട്ടിലും പരസ്യപ്പെടുത്തലൊന്നും അറിഞ്ഞില്ലേ? കുട്ടിയോ? കുട്ടി നാട്ടിലാകെ നടന്നു കൊട്ടി. കൊട്ടട്ടെ, അതിനെന്താ? കേസും കുണ്ടാണ്ടിയൊക്കെ ധാരാളം ഉണ്ടാറുണ്ട്. പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ, വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാനൊക്കും. എന്റെ അനന്തേട്ടാ, ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ്. ചെണ്ട കൊട്ടിയോണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല. ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ്. ഇഞ്ചക്ഷനാ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കുത്തിവെപ്പല്ല. ഒരു കണക്കിന് കുത്തിവെപ്പ് തന്നെ. ടെമ്പററി ഇഞ്ചക്ഷൻ. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷ എന്നറിയാം? അറസ്റ്റും ലോക്കപ്പും. വിധിയുടെ മസ്തൻ ഇരുമ്പഴി എണ്ണും. നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവില്ലല്ലോ. എന്റെ വക്കീലിന് മനസ്സിലായില്ല. തത്തയെ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീല് മൈശേറ്റിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം, കാശ അത്യാർത്ഥിയില്ല. അല്ല, ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റില്ലെന്ന് എഴുതിക്കോളൂ. ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിലിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി. അപ്പൊ ലേലം നടക്കില്ലേ ഗോപാലകൃഷ്ണ? ഒരു യുദ്ധമാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൾനാശം ഉണ്ടാകുന്ന സാധാരണയാ. പിന്നെ ഇതൊരു ഭംഗിയുള്ള യുദ്ധം. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. കാണാം. അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. വീട്ടിൽ വിരുന്നുകാരുണ്ട്. നിക്കൂ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷേനെ തഴയാൻ നോക്കണ്ട. ഞാൻ പോട്ടെ. അല്ല, ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോട് പറയാറുണ്ട്. കാലത്ത് 1 മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും വെയിറ്റ് ചെയ്തു. ഈശ്വരാ, ഏട്ടൻ. അവളായിട്ട് നിനക്ക് എന്താ ഇടപാട്? ഒന്നുമില്ല, ഈ ടൈപ്പ് റൈറ്റിന്റെ കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തയാക്കും. നോക്കി പേടിപ്പിക്കുന്ന എന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മ കേസുണ്ടോ? കേസ് നിന്നെ വിജയൻ എപ്പോ വന്നു? കുറച്ചേരായി. ഇരിക്കേ. എന്താ വടിയൊക്കെ ആയിട്ട്? വടി അളിയും കോടതിയിലായിരിക്കും. അല്ല, ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. ഞാനത് അകത്ത് വെച്ചിട്ട് വരാം. നിന്നെ ഇന്ന് ഞാൻ എന്താ ഗോപാലകൃഷ്ണ? അല്ലെ തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ലാതെ നിൽക്കുക. നിന്റെ തുണി കഴിഞ്ഞിരിക്കും. വിജയനൊക്കെ നീ എന്തിനാടി അലവലാതി ചെറുക്കനോട് സംസാരിച്ചോണ്ടെന്ന്? ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞാനല്ല സംസാരിച്ചത്. ഞാൻ കണ്ടല്ലോ. നേരാണോടി? നിന്റെ തൊഴിൽ ഞാൻ വിളിച്ചോളും. ടൈപ്പിൽ ഞാൻ നോക്കും. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. 2 കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത്. നീ ആരെ വേണമില്ല അങ്ങ് പ്രേമിച്ചോ. എനിക്കൊരു പരാതിയില്ല. പക്ഷെ കാമുവിന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോകണം. സദ്യം നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴെങ്കിൽ ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? പതുക്കെ ഗോപാലകൃഷ്ണ, വിജയം കേക്കണ്ട. എടി ഓടിയപ്പുറത്ത്. ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക. സ്വത്ത് ലേലം ചെയ്യുന്നതിലല്ല അവർക്ക് സങ്കടം. ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തതില്ല. എവിടെ ഉള്ളത്? അപ്പുറത്തുണ്ട്. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നീ ഒട്ടും ബേജാറാകണ്ട. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇരുമ്പലൊക്കെ വിഴുങ്ങുമ്പോൾ ചുക്ക് കഷായം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛനങ്ങനെ പലതും പറഞ്ഞു കാണും. നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പറമ്പ് ലേലത്തില്, വീട് കേസില്. സ്വയമാണ് അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ഇനി ടൗണിലെ വീട്ടിലെ ബാക്കിയുള്ളൂ. നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത്. ഈ വീട് പണയത്തിലാക്കിയത് നീയും. കാര്യമൊക്കെ ശരിയാ. കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ? ഓർത്തു, ഒക്കെ ഓർത്തു. തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നതൊക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ. പക്ഷെ പൊളിഞ്ഞുപോയി. ബിസിനസ്സിൽ അത് സാധാരണയാ. നീ ആ തെങ്ങ് കണ്ടോ? എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 24 കൊല്ലമായി. അപ്പൊ എനിക്ക് എത്ര വയസ്സാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു, കുടുംബമായി.
എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ ചോദിച്ചത്? അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ എങ്കിൽ അവിടെ മിണ്ടായിരുന്നോ? അപ്പൊ വീടും പറഞ്ഞോക്കെ വീടും പുറമ്പൊക്കെ അങ്ങ് ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഷോ ദേ വിജയം പോവാൻ തിരക്കൂട്ടുന്നു. നീ ഇനി വാ.